ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഗസയിൽ നിന്ന് തടവിലാക്കപ്പെട്ട 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിട്ടയച്ചിരുന്നു. തടവുകാരെ കൈമാറുന്നതിന് മുൻപ് ഇസ്രായേൽ ജയിൽ സർവീസ് പുറത്തുവിട്ട ഫലസ്തീനികളുടെ ഫോട്ടോ ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പതാകയിലെ നീല നക്ഷത്ര ചിഹ്നം പതിച്ച ടീഷർട്ടുകൾ ഫലസ്തീനികളെ നിർബന്ധിച്ച് ധരിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നാണ് ഈ ചിഹ്നം അറിയപ്പെടുന്നത്. ജൂത സ്വത്വത്തെയും യഹൂദ മതത്തെയും പ്രതിനിധീകരിക്കുന്നതായി പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രതീകമാണ് ഹെക്സാഗ്രാമിന്റെ ആകൃതിയിലുള്ള ഈ ചിഹ്നം. 1897 ഒന്നാം സയനിസ്റ്റ് കോൺഗ്രസിനെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഈ ചിഹ്നം ലോകമെമ്പാടുമുള്ള സയനിസ്റ്റ് സമൂഹത്തിന്റെയും പിന്നീട് ജൂത സമൂഹത്തിന്റെയും പ്രതീകമായി മാറുകയായിരുന്നു. ഈ ചിഹ്നം പതിച്ച ഷർട്ടുകളാണ് ഫലസ്തീനികളെ നിർബന്ധിച്ച് ധരിപ്പിച്ചത്. ഞങ്ങൾ മറക്കുകയില്ല, പൊറുക്കുകയുമില്ല എന്ന് അറബിയിൽ ഈ വസ്ത്രങ്ങളിൽ ഇസ്രായേൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ ജയിൽ കമ്മീഷണർ കോബി യാക്കോബിയാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. മോചിതരായ ഫലസ്തീനികളെ സ്റ്റാർ ഓഫ് ഡേവിഡ് ലോഗോ പതിച്ച ഷർട്ടുകൾ ധരിപ്പിച്ച് പുറത്തിറക്കിയ ഇസ്രായേൽ നടപടിക്കെതിരെ ഇസ്രായേലിൽ തന്നെ വ്യാപക രോഷവും ഉയർന്നിട്ടുണ്ട്. തിരിച്ചയച്ച ഫലസ്തീനികളിൽ പലരും ഈ ഷർട്ടുകൾ തിരിച്ചാണ് ഇട്ടിരുന്നത്. ഇസ്രായേലിന്റെ സന്ദേശം പുറത്തു കാണാത്ത രീതിയിൽ പരമാവധി അവരത് മറച്ചു പിടിക്കാനും ശ്രമിച്ചിരുന്നു. ഗസയിലെ ഖാൻ യൂനിസിലെ യൂറോപ്യൻ ഗസ ആശുപത്രിയിൽ എത്തിയതിന് പിന്നാലെ മോചിതരാക്കപ്പെട്ട ഫലസ്തീനികൾ ഈ ഷർട്ടുകൾ ഊരി കത്തിക്കുകയാണ് ആദ്യം ചെയ്തത്. കുട്ടികളടക്കം ചുറ്റും നിന്ന് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് പുറത്തു വന്ന വീഡിയോകളിൽ വ്യക്തമാണ്. തുടർന്ന് സംഭവത്തെ അപലപിച്ച് ഹമാസ് രംഗത്തെത്തി. ധീരരായ തടവുകാരുടെ പിന്നിൽ വംശീയ മുദ്രാവാക്യങ്ങൾ പതിച്ചതും അവരോട് ക്രൂരതയോടും അക്രമത്തോടും പെരുമാറിയതും മാനുഷിക നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. വംശീയ കുറ്റകൃത്യമെന്നാണ് ഹമാസ് ഇസ്രായേലിന്റെ ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പും വംശീയ കുറ്റകൃത്യം എന്നാവർത്തിച്ച് സംഭവത്തെ അപലപിച്ചു. ഈ ടീഷർട്ടുകൾ ധരിച്ചു നിൽക്കുന്ന ഫലസ്തീൻ തടവുകാരുടെ ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ മറ്റൊരു ലംഘനമാണെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോചിപ്പിക്കപ്പെട്ട 300-ലധികം പേരെയും തട്ടിക്കൊണ്ടുപോയി കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഇസ്രായേൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ഷർട്ടുകൾ ധരിച്ച് പുറത്തുവന്ന ഫലസ്തീനികൾ ആരും തന്നെ ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെട്ടിട്ടുള്ളവരല്ല. ഈ യൂണിഫോമിനെ കുറിച്ച് ഇസ്രായേലിലും വിമർശനമുണ്ടായിരുന്നതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന്റെ രാഷ്ട്രീയ തലത്തെ ഈ നീക്കത്തെക്കുറിച്ച് അറിയിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫലസ്തീനികളെ മനുഷ്യത്വരഹിതമാക്കാനുള്ള ഇസ്രായേലിന്റെ മറ്റൊരു രീതിയാണിതെന്ന് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ മീഡിയ സ്റ്റഡീസ് പ്രോഗ്രാമിലെ പ്രൊഫസറായ മുഹമ്മദ് എൽ മാസ്രി അൽ ജസീറയോട് പറഞ്ഞു. മാന്യമായ രീതിയിൽ തടവുകാരെ മോചിപ്പിക്കണമെന്ന കൈമാറ്റം സുഗമമാക്കുന്ന ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് അഥവാ ICRC ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ടു. എല്ലാ കൈമാറ്റങ്ങളും മാന്യമായും സ്വകാര്യമായും നടത്തണമെന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നതാണ്. എന്നാൽ ഭാവിയിലെ തടവുകാരുടെ കൈമാറ്റങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് മധ്യസ്ഥർ ഉൾപ്പെടെ എല്ലാ കക്ഷികളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും ICRC ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അപമാനിച്ച് പറഞ്ഞുവിടുക എന്നൊരു നയമാണ് പ്രകോപനപരമായ ഷർട്ടുകൾക്ക് പിന്നിലുള്ളതെന്ന് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബെത്ലഹേമിൽ നിന്നുള്ള രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ സേവ്യർ അബു ഈദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകൾ തൊട്ട് തന്നെ ഫലസ്തീൻ തടവുകാർ നേരിടുന്ന അപമാനം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇതൊരു പുതിയ കാര്യമല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തടവുകാർക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും ഇതുണ്ടാക്കുന്ന അപമാനം വലുതാണെന്നും സേവ്യർ അബു ഈദ് കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആകെ 24 തടവുകാരെയും 985 ഫലസ്തീനികളെയും വിട്ടയച്ചതായാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ട 4 ഫലസ്തീനികളുടെ നില ഗുരുതരമാണ്. ഇവരെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഫലസ്തീൻ റെഡ് ക്രസന്റ് അറിയിച്ചു. ഗസയിലെ 3 തടവുകാരെ തിരികെ നൽകുന്നതിനായി ശനിയാഴ്ച ഇസ്രായേൽ 369 ഫലസ്തീനികളെയാണ് വിട്ടയച്ചത്. കഴിഞ്ഞ മാസം മുതൽ നടന്ന ബന്ദി കൈമാറ്റത്തിലുടനീളം ഇസ്രായേലി തടവുകാർ പൊതുവെ നല്ല നിലയിലാണ് കാണപ്പെട്ടതെങ്കിലും നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫലസ്തീനികളെ ഇസ്രായേൽ തിരിച്ചയച്ചത്. ജയിലുകളിൽ നേരിട്ട ഭീകരത ചിലർ വിവരിക്കുമ്പോൾ ഇസ്രായേൽ ജയിലുകൾക്കുള്ളിലെ കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും വ്യാപ്തിയാണ് വെളിപ്പെടുന്നത്. 18 മാസം ഇസ്രായേലിലെ നഫ്ഹ മരുഭൂമി ജയിലിൽ തടവിലാക്കപ്പെട്ട അമീർ അബു റദാ പറയുന്നത് അവിടെ വെള്ളം പോലും നൽകിയിരുന്നില്ല എന്നാണ്. വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. യുദ്ധം ആരംഭിച്ച് 2 മാസത്തിനു ശേഷം 2023 ഡിസംബറിലാണ് ഹസീൻ ജേബിനെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നരകത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജയിലിലേക്ക് ഇസ്രായേൽ സൈന്യം കൊണ്ടുപോയത്. അത് ശരിക്കും ഒരു നരകം തന്നെയായിരുന്നു.
ആദ്യ ദിവസം മുതൽ തന്നെ കഠിനമായി മർദ്ദിച്ചു. ക്രൂരവും കഠിനവും അസഹനീയവുമായ പ്രവർത്തികളാണ് നേരിടേണ്ടി വന്നത്. മോചനത്തിന് മുൻപുള്ള അവസാന മണിക്കൂറുകളിൽ പോലും ഫലസ്തീനികളെ ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പോഷകാഹാരക്കുറവും ശുചിത്വമില്ലായ്മയുമായിരുന്നു ഇസ്രായേൽ തടവിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. 10 ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് കുളിക്കാൻ അനുവാദമുണ്ടായിരുന്നത്. ഗസയിലെ വേൾഡ് വിഷന്റെ മുൻ തലവനായ മുഹമ്മദ് എൽ ഹലബി 9 വർഷം നീണ്ട തടവിനൊടുവിൽ ശനിയാഴ്ചയാണ് പുറം ലോകം കണ്ടത്. ഒരു ഹൈ പ്രൊഫൈൽ കേസായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തെളിവുകളില്ലാതെ തന്നെ ശിക്ഷിക്കപ്പെട്ടു. ഗസയ്ക്കുള്ള അന്താരാഷ്ട്ര സഹായം ദുർബലപ്പെടുത്താൻ ഇസ്രായേൽ തന്നെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് എൽ ഹലബി പറയുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഹലബിയെ ഇസ്രായേൽ പിടികൂടിയത്. ശാരീരികവും മാനസികവുമായ പീഡനത്തിന് വിധേയനായ ഹലബിയുടെ അവസ്ഥ ഒക്ടോബർ 7-ന് ശേഷം കൂടുതൽ കഠിനമായി. തടവിലാക്കപ്പെടുമ്പോൾ 95 കിലോഗ്രാം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഭാരം ഇപ്പോൾ 45 കിലോയാണ്. ഫലസ്തീൻ തടവുകാർക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂര നടപടികൾ തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നിരന്തരം ഉയരുമ്പോഴും അതൊന്നും തന്നെ വകവയ്ക്കാനും ഇസ്രായേൽ തയ്യാറാകുന്നില്ല.